ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കുന്ന പുതിയ ടോപ്പിക്കാണ് കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റിൽ നടക്കുന്ന ഇവന്റ്സിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയാം. അതായത് നമുക്കറിയാം, ഒരു മിനിറ്റില് 72 തവണയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് അല്ലെ. അതില് ഒരു ഹാർട്ട് ബീറ്റിൽ നടക്കുന്ന ഇവന്റ്സിനെ പറയുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടേമുകളുടെ മീനിങ് അറിഞ്ഞിരിക്കണം. ഒന്ന്, സിസ്റ്റോൾ എന്ന വാക്കിന്റെ അർത്ഥം. സിസ്റ്റോൾ എന്ന് പറഞ്ഞാല് കോൺട്രാക്ഷൻ എന്നാണ്. ഹാർട്ടിന്റെ സിസ്റ്റോൾ എന്ന് പറഞ്ഞാല് ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ. ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞാല് റിലാക്സേഷൻ, ഹാർട്ടിന്റെ റിലാക്സേഷൻ. ഓക്കെ. ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാല് 4 ഹാർട്ട് ചേംബേഴ്സ് ഇൻ സൈമുൾട്ടേനിയസ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ജോയിന്റ് ഡയസ്റ്റോൾ. നമുക്കറിയാം, ഹൃദയത്തിന് 4 ചേംബേഴ്സ് ആണ് അല്ലെ. ഈ 4 ചേംബേഴ്സും ഒരുമിച്ച് റിലാക്സ്ഡ് ആവുന്നതിന് പറയുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. 4 ഹാർട്ട് ചേംബേഴ്സ് ഇൻ സൈമുൾട്ടേനിയസ് റിലാക്സ്ഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ജോയിന്റ് ഡയസ്റ്റോൾ. ഒരു ഹാർട്ട് ബീറ്റിന് എടുക്കുന്ന സമയം 0.8 സെക്കൻഡ് ആണ്. അതിന്റെ പകുതി ഹൃദയം റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. എന്ന് വെച്ചാൽ 0.4 സെക്കൻഡ് ഹാർട്ട് റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഈ 0.4 സെക്കൻഡ് ഹാർട്ട് റിലാക്സ് ചെയ്ത് നിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. അപ്പൊ ഹൃദയം വർക്ക് ചെയ്യുന്നതിന്റെ പകുതി അത് റെസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് ജോയിന്റ് ഡയസ്റ്റോൾ. ഹൃദയത്തിന്റെ 4 ചേംബറുകളും റിലാക്സ് ആയി നിൽക്കുന്ന സ്റ്റേജ് ആണ് ജോയിന്റ് ഡയസ്റ്റോൾ. കാർഡിയാക് സൈക്കിള് തുടങ്ങുന്നത് എസ് എ നോഡ് ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് മുതലാണ്. എസ് എ നോഡ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ആദ്യം സ്പ്രെഡ് ചെയ്യുന്നത് 2 ഓറിക്കിളിന്റെ സർഫസിലേക്കുമാണ്. 2 ഓറിക്കിളിന്റെയും വോളിലുള്ള കാർഡിയാക് മസിൽസിലൂടെയാണ് ഈ ഇമ്പൾസ് ഫ്ലോ ചെയ്യുക. അപ്പോ 2 ഓറിക്കിളും അല്ലെങ്കിൽ 2 ഏട്രിയവും സൈമുൾട്ടേനിയസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും. 2 ഏട്രിയവും ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകും. ഓക്കെ, വെൻട്രിക്കിളിലേക്ക് പോകുന്നത് നിങ്ങൾക്കറിയാം. നമുക്ക് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റത്തിന്റെ മുകളില് ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെയാണ് പോകുന്നത്. ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡിൽ ട്രൈകസ്പിഡ് വാൽവ് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ബൈകസ്പിഡ് വാൽവ് ഉണ്ട്. ആ ഹോളിലൂടെ ഏട്രിയത്തിലുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അങ്ങനെ വെൻട്രിക്കിള് ഫില്ലാവുന്നു. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എത്തുന്നു. വെൻട്രിക്കിളിന്റെ മുകളില് നമ്മൾ പഠിച്ചു ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന നോഡൽ ഫൈബേഴ്സ് ഉണ്ട് അല്ലെ. എസ് ഐ നോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പൾസിനെ എ വി നോഡ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് എ വി ബണ്ടിലൂടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എ വി ബണ്ടിലായിട്ട് മാറുന്നു. ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എ വി ബണ്ടിലും അതിന്റെ ബ്രാഞ്ചുകളായ പർക്കിഞ്ചെ ഫൈബേഴ്സിനെയും ചേർത്ത് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പഠിച്ചിരുന്നു. ആ ബണ്ടിൽ ഓഫ് ഹിസിലൂടെ എല്ലാ വെൻട്രിക്കുലാർ മസിൽസിലേക്കും ഇമ്പൾസ് എത്തിച്ചേരുന്നു. എസ് എ നോഡ് പ്രൊഡ്യൂസ് ചെയ്ത ഇമ്പൾസ് എല്ലാ വെൻട്രിക്കുലാർ മസിൽസിനും കിട്ടുന്ന സമയത്ത് വെൻട്രിക്കിള് പവർഫുൾ ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അതിലുള്ള ബ്ലഡ് അയോർട്ട വഴിയും പൾമണറി ആർട്ടറി വഴിയും പുറത്തേക്ക് പോകുന്നു. വെൻട്രിക്കുലാർ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്താണ് ഏട്രിയൽ റിലാക്സേഷൻ നടക്കുന്നത്. അത് കോയിൻസൈഡ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ ഹാർട്ടിന്റെ 4 ചേംബേഴ്സിലും ഇപ്പോ ബ്ലഡ് കാര്യമായിട്ടില്ല, ബ്ലഡ് പമ്പ് ചെയ്തു. അപ്പൊ 4 ഹാർട്ട് ചേംബേഴ്സും ഇപ്പോ റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഈ സ്റ്റേറ്റിനെയാണ് പറയുക ജോയിന്റ് ഡയസ്റ്റോൾ. ഓക്കെ, ഇപ്പൊ ഹൃദയത്തിന്റെ അകത്ത് ബ്ലഡ് കുറവാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം, ഹൃദയത്തിലേക്ക് ബ്ലഡ് വരുന്നത് പൾമണറി വെയിൻസിലൂടെയും വീനക്കാവയിലൂടെയുമാണ്. പൾമണറി വെയിൻസും വീനക്കാവയും ബ്ലഡ് വെസൽസ് ആണ്. അതിന് ഡയമീറ്റർ കുറവായിരിക്കും. ഓക്കെ, എന്നാൽ ഏട്രിയം എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയൊരു ചേംബർ ആണ്. അപ്പൊ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കും ബ്ലഡിന്. അപ്പോ ഈ ബ്ലഡ് വെസലിലുള്ള ബ്ലഡ് എപ്പോഴും എങ്ങോട്ടാണ്?
ഫ്ലോ ചെയ്യുക? ഈ പ്രഷർ കുറവുള്ള സ്ഥലത്തേക്കല്ലേ. അപ്പോ ഈ 4 ഹൃദയത്തിന്റെ ചേംബറുകളും റിലാക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പാസീവായിട്ട് ബ്ലഡ് ഈ ഏട്രിയത്തിലേക്ക് ഫില്ല് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഏട്രിയത്തിലേക്ക് നിറയുന്ന ബ്ലഡ് ഈ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ മുകളിലുള്ള ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്തിരിക്കുന്ന വാൽവുകളെ തള്ളി തുറക്കും. കാരണം വാൽവ് താഴോട്ടാണ് തുറക്കാൻ പറ്റുക. ഓക്കെ, അപ്പോ ഏട്രിയത്തിൽ നിറയുന്ന ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകും? വെൻട്രിക്കിളിലേക്ക് പോകും. കാരണം ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകള് ഈ ഏട്രിയത്തിൽ നിറയുന്ന ബ്ലഡ് ഫോഴ്സ് ഓപ്പൺ ചെയ്യും, അവര് തള്ളി തുറക്കും. കാരണം ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകള് വെൻട്രിക്കിളിലേക്ക് തുറക്കാൻ പറ്റും, തിരിച്ചിങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. അപ്പോ ഏട്രിയത്തിലേക്ക് വന്ന് നിറയുന്ന ബ്ലഡ് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? വെൻട്രിക്കിളിലേക്കാണ് ചെല്ലുക. അപ്പൊ വെൻട്രിക്കിളിൽ ഒരു 70% ബ്ലഡ് ഈ ജോയിന്റ് ഡയസ്റ്റോൾ സമയത്ത് തന്നെ ഫില്ലാകും. ഓക്കെ, 4 ഹൃദയത്തിന്റെ ചേംബറും റിലാക്സ് ചെയ്ത് നിൽക്കുന്നത് 0.4 സെക്കൻഡ് ആണ്. ആ 0.4 സെക്കൻഡിന്റെ ഉള്ളില് 2 വെൻട്രിക്കിളിലും 70% ബ്ലഡ് ഫില്ല് ചെയ്യപ്പെടും, പാസീവായിട്ട് ഫില്ല് ചെയ്യപ്പെടും. ഓക്കെ, ആ സമയത്താണ് എസ് എ നോഡ് പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യല് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ എസ് എ നോഡ് പ്രൊഡ്യൂസ് ചെയ്ത ആക്ഷൻ പൊട്ടൻഷ്യല് ഓറിക്കിളിന്റെ വോളിലൂടെ ആദ്യം സ്പ്രെഡ് ചെയ്യും. അപ്പൊ 2 ഏട്രിയവും സൈമുൾട്ടേനിയസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30% ബ്ലഡ് ഈ വെൻട്രിക്കിളില് ഇൻക്രീസ് ചെയ്യപ്പെടും. ആദ്യം ജോയിന്റ് ഡയസ്റ്റോൾ സമയത്ത് പാസീവായിട്ട് 70% ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. പിന്നെ ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഫോഴ്സ്ഫുള്ളി എങ്ങോട്ട് കടക്കും? വെൻട്രിക്കിളിലേക്ക്. ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകളെ തള്ളി തുറന്നുകൊണ്ട് ഏട്രിയത്തിലേക്ക് കടക്കും. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 30% ബ്ലഡും കൂടി വെൻട്രിക്കിളിലേക്ക് ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ 100% വെൻട്രിക്കിൾ ഫില്ല് ചെയ്യപ്പെടും. അപ്പൊ വെൻട്രിക്കിളിന്റെ അകത്ത് ബ്ലഡ് 100% നിറഞ്ഞു കഴിഞ്ഞാല് വെൻട്രിക്കിളിലേക്ക് കടന്ന ബ്ലഡ് ബാക്ക് ഫ്ലോക്ക് ശ്രമിക്കും. കാരണം വെൻട്രിക്കിളിൽ പ്രഷർ കൂടി വരികയാണ്. അപ്പൊ ബ്ലഡ് എപ്പോഴും പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകാനാണ് ശ്രമിക്കുക. അപ്പൊ ബ്ലഡ് ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകളെ തള്ളി തുറക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകൾ, അതുകൊണ്ട് തുറക്കാൻ പറ്റില്ല. അങ്ങനെ ബ്ലഡ് വെൻട്രിക്കിളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഇനി വെൻട്രിക്കിളിന്റെ അകത്ത് പ്രഷർ കൂടാൻ തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചാല് എസ് എ നോഡ് പ്രൊഡ്യൂസ് ചെയ്ത ഇമ്പൾസിനെ എ വി നോഡ് റിസീവ് ചെയ്തിട്ട് അത് എ വി ബണ്ടിലൂടെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എ വി ബണ്ടിലൂടെ, പർക്കിഞ്ചെ ഫൈബേഴ്സിലൂടെ എല്ലാ വെൻട്രിക്കുലാർ മസിൽസിലേക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്ത്. അപ്പോ വെൻട്രിക്കിള് മെല്ലെ മെല്ലെ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അതൊരു പവർഫുൾ കോൺട്രാക്ഷൻ ആണ്. അപ്പൊ വെൻട്രിക്കിളിന്റെ അകത്തുള്ള ബ്ലഡിന് പ്രഷർ കൂടി വരും. പ്രഷർ കൂടുമ്പോ ബ്ലഡ് ഏതെങ്കിലും വഴിക്ക് പുറത്തു പോകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ ഇനി തുറക്കാൻ പറ്റുന്ന വാൽവ് ഉള്ളത് അയോർട്ടയുടെ ബേസിലും പൾമണറി ആർട്ടറിയുടെ ബേസിലുമാണ്. അപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അയോർട്ടയുടെ ബേസിലുള്ള വാൽവായ സെമി ലൂണാർ വാൽവ് തുറക്കപ്പെടും. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലെ പൾമണറി ആർട്ടറിയുടെ ബേസിലുള്ള സെമി ലൂണാർ വാൽവും ഫോഴ്സ് ഓപ്പൺ ചെയ്യപ്പെടും. അപ്പോൾ വെൻട്രിക്കിളിന്റെ അകത്തുള്ള ബ്ലഡിന്റെ പ്രഷർ കൂടി വരുമ്പോൾ ഈ ബ്ലഡ് സെമി ലൂണാർ വാൽവുകൾ ഫോഴ്സ് ഓപ്പൺ ചെയ്തിട്ട് അയോർട്ടയിലൂടെയും പൾമണറി ആർട്ടറിയിലൂടെയും ബ്ലഡ് പുറത്തേക്ക് പോയി. ഓക്കെ, അങ്ങനെ ബ്ലഡ് അങ്ങോട്ട് പോയതിനു ശേഷം അപ്പൊ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തു. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ് നേരത്തെ കോൺട്രാക്ട് ചെയ്ത ഏട്രിയം റിലാക്സ് ചെയ്യുക. ഈ വെൻട്രിക്കിളിന്റെ കോൺട്രാക്ഷന്റെ അതേ സമയത്താണ് ഓറിക്കിള് റിലാക്സ് ചെയ്യുന്നത്. അത് കോയിൻസൈഡ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ബ്ലഡ് മുഴുവൻ വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തതിന് ശേഷം അത് പിന്നീട് റിലാക്സ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ വെൻട്രിക്കിളിനകത്തുള്ള ബ്ലഡിന്റെ പ്രഷർ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ നേരത്തെ പ്രഷർ കൂടിയത് കൊണ്ടാണ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോയത്. അപ്പൊ പുറത്തേക്ക് പോയ ബ്ലഡ്
വെൻട്രിക്കിളിൽ ബ്ലഡിന്റെ പ്രഷർ കുറയുന്നത് കാരണം വീണ്ടും തിരിച്ച് വെൻട്രിക്കിളിലേക്ക് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഈ സെമി ലൂണാർ വാൽവും ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യുന്ന വാൽവാണ്. അത് അങ്ങോട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ, തിരിച്ച് ഇങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. അപ്പോ വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്യപ്പെട്ട ബ്ലഡ് വീണ്ടും വെൻട്രിക്കിളിലേക്ക് തന്നെ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സെമി ലൂണാർ വാൽവ് ക്ലോസ് ചെയ്യപ്പെടും. ഓക്കെ, ഇപ്പോൾ 4 ഹൃദയത്തിന്റെ ചേംബറുകളും വീണ്ടും റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തി. അതിന് നമ്മൾ ജോയിന്റ് ഡയസ്റ്റോൾ എന്നല്ലേ പഠിച്ചത്. അപ്പൊ ജോയിന്റ് ഡയസ്റ്റോളിന്റെ സമയത്ത് സെമി ലൂണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. ഡ്യൂറിങ് ജോയിന്റ് ഡയസ്റ്റോൾ സെമി ലൂണാർ വാൽവ്സ് ആർ ക്ലോസ്ഡ്. അപ്പോഴത്തേക്കും നമ്മുടെ ഏട്രിയത്തിലേക്ക് ബ്ലഡ് പാസീവായിട്ട് ഫില്ലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. പൾമണറി വെയിൻസിലൂടെയും വീനക്കാവയിലൂടെയും ബ്ലഡ് പാസീവായിട്ട് എവിടേക്ക് ഫില്ലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും, ഏട്രിയത്തിലേക്ക്. അപ്പോൾ അത് ജോയിന്റ് ഡയസ്റ്റോൾ സമയത്ത് തന്നെ സംഭവിക്കും. എന്നിട്ട് ആ ബ്ലഡ് ഇങ്ങനെ ഏട്രിയത്തിൽ ഇങ്ങനെ ബ്ലഡ് നിറയുമ്പോൾ ആ ബ്ലഡ് എന്തിന് തുറക്കാൻ സാധ്യതയുണ്ട്? ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവുകളെ തുറക്കും. കാരണം അത് താഴോട്ട് തുറക്കാൻ പറ്റുന്ന വാൽവാണ്. ഓക്കെ, അപ്പോ ആ ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവിലൂടെ ബ്ലഡ് മെല്ലെ വെൻട്രിക്കിളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ജോയിന്റ് ഡയസ്റ്റോൾ സമയത്ത് തന്നെ. അപ്പോ ജോയിന്റ് ഡയസ്റ്റോൾ സമയത്ത് ട്രൈകസ്പിഡ് ബൈകസ്പിഡ് വാൽവുകൾ ഓപ്പൺ ആണ്, സെമി ലൂണാർ വാൽവ് ക്ലോസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു ജോയിന്റ് ഡയസ്റ്റോൾ മുതലാണ്. ഇപ്പോൾ വീണ്ടും എന്തിലേക്ക് എത്തി? ഒരു ജോയിന്റ് ഡയസ്റ്റോളിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ 2 ജോയിന്റ് ഡയസ്റ്റോളിന്റെ ഇടയിലുള്ള പീരിയഡിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാല് ഇവന്റ്സ് ടേക്സ് പ്ലേസ് ഇൻ 1 ഹാർട്ട് ബീറ്റ്. ഒരു ഹാർട്ട് ബീറ്റിൽ നടക്കുന്ന ഇവന്റ്സിനെ പറയുന്ന പേരാണ് കാർഡിയാക് സൈക്കിള്. അല്ലെങ്കിൽ എന്തും പറയാം, പീരിയഡ് ബിറ്റ്വീൻ 2 ജോയിന്റ് ഡയസ്റ്റോൾ. 2 ജോയിന്റ് ഡയസ്റ്റോളിന്റെ ഇടയിലുള്ള പീരിയഡിനെ പറയുന്ന പേരാണ് കാർഡിയാക് സൈക്കിൾ. അപ്പൊ അതില് ഏട്രിയത്തിന്റെ കോൺട്രാക്ഷൻ ഉണ്ട്, ഏട്രിയത്തിന്റെ റിലാക്സേഷൻ ഉണ്ട്, വെൻട്രിക്കിളിന്റെ കോൺട്രാക്ഷൻ ഉണ്ട്, വെൻട്രിക്കിളിന്റെ റിലാക്സേഷൻ ഉണ്ട്. അപ്പോ ഈ ഡയസ്റ്റോളും സിസ്റ്റോളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാർഡിയാക് സൈക്കിൾ.